ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മളൊരു കോഫി ജേർണലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് വിത്ത് എ കോഫി ഡേറ്റിംഗ്. ഇതൊരു ന്യൂ ജേർണൽ കിറ്റാണ് കേട്ടോ. ഇതിൽ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു യുണീക്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്, നോർമൽ ജേർണൽ കിറ്റിനെക്കാട്ടി ഒരു സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്തു കേട്ടോ. ഒന്ന്, ഇതൊരു വിൻറ്റേജ് ടൈപ്പ് കോഫി തീമിലാണ് ഈ ഒരു ജേർണൽ കിറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ജേർണൽ കിറ്റിൽ എന്തൊക്കെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. വാഷി ടേപ്പ് ഉണ്ട്, പിന്നെ കുറച്ച് കാർഡ് ടൈപ്പ് സ്റ്റിക്കേഴ്സ് ഉണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. കുറച്ച് കോഫിയും വിൻറ്റേജ് ടൈപ്പൊക്കെ സ്റ്റിക്കേഴ്സാണ് വരുന്നത്. പിന്നെ കുറച്ച് ഡിസൈൻ കട്ടൗട്ട്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാർഡ് ടൈപ്പ് സ്റ്റിക്കേഴ്സാണ് ഇതിൽ വരുന്നത്. ഇതിലൊരു 2 ഫ്രെയിം ടൈപ്പ് സ്റ്റിക്കേഴ്സ് കൂടെ വരുന്നുണ്ട് കേട്ടോ. ലാസ്റ്റിൽ കാണാം. ഈ ഒരു കോഫി തീമിലാണ് എല്ലാം വരുന്നത്. നെക്സ്റ്റ് ഒരു മന്ത്ലി സ്റ്റിക്കേഴ്സാണ്. ഇതും അതേപോലെ തന്നെയാണ്, കോഫി തീമിലാണ് കംപ്ലീറ്റ് വരുന്നത്. ഇതൊരു 13 സ്റ്റിക്കേഴ്സ് ഉണ്ടാവും ഇതിൽ വരുന്നത്. അതായത് ഒരു മന്ത്ലി ഡെയിലി വെച്ചിട്ട് ഓരോ സ്റ്റിക്കേഴ്സ് പാച്ച് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇതിൽ 13 സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു പാൻ കേക്കും കോഫിയും ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പാൻ കേക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്, സെൽഫ് മെയ്ഡ്. മോർണിംഗ് തന്നെ അതിനുള്ളൊരു ഉഷാറൊക്കെ ആയിരുന്നു ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പിന്നെ രാവിലെ തന്നെ ഈ ഒരു ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചു, അൺബോക്സിങ്ങും കാര്യങ്ങളെല്ലാം. ഇത് കുറച്ച് നോട്ട് പാഡ് പോലത്തതാണ്. ഇതിലൊന്ന് ഫ്രെയിം ടൈപ്പും പിന്നെ ഒന്ന് ഇങ്ങനത്തെ പേപ്പർ പാഡാണ് വരുന്നത്. 10 ഷീറ്റ്സ് ഉണ്ട് ഒരു ഡിസൈന്, അങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ ഒന്ന് ഫ്രെയിം ടൈപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു 10 ഷീറ്റ്സ്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സിൻ്റെ ഷീറ്റ്സ് ഉണ്ട്. പിന്നെ കുറച്ച് പാച്ച് ടൈപ്പ് സ്റ്റിക്കേഴ്സ് ഉണ്ട് കളറിൽ, ഡിഫറെൻറ്റ് കളറിൽ. പിന്നെ കുറച്ച് റൈറ്റിംഗ് ബോർഡ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സ്റ്റാമ്പ് ടൈപ്പ് സ്റ്റിക്കേഴ്സും കൂടി വരുന്നുണ്ട്. പേപ്പർ കട്ട്സ് ആയിട്ടാണ് വരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസൈൻസൊക്കെ വരുന്നുണ്ട് ഇതിൽ. എല്ലാം ഒരു കോഫി ടൈപ്പ് തീമിലാണ് വരുന്നത്. കുറച്ച് വിൻറ്റേജ് ടൈപ്പിലേക്കും കൂടി വരുന്നുണ്ട് കേട്ടോ. അതിൽ പല ടൈപ്പിലുള്ള കട്ടൗട്ട്സാണ് വരുന്നത്. പിന്നെ 2 എൻവലപ്സ് ടൈപ്പ് ഉണ്ട്, പോക്കറ്റ് എൻവലപ്സ് വരുന്നുണ്ട്. അതും ഒരു കോഫി തീമിൽ തന്നെ, കംപ്ലീറ്റ്ലി ഒരു കോഫി ആസ്തറ്റിക് തീമാണ് വരുന്നത്. അപ്പോൾ ഇതായിട്ടൊരു ജേർണലിംഗ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കോസി ജേർണലിംഗ് തന്നെ ആയിരിക്കാം. എൻ്റെ ഒരു കംഫർട്ട് സോണിൽ ചെയ്യുന്ന ഒരു ജേർണലാണിത്, വിത്ത് എ കോഫി ഡേറ്റിംഗ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഈ ഒരു ജേർണൽ കിറ്റിൽ വരുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ മോർണിംഗിൽ തന്നെ കേട്ടോ എടുത്തത്. ഏർലി മോർണിംഗ് തന്നെ എനിക്ക് ഇത് എടുക്കാനുള്ളൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഒന്ന് ഇത് അൺബോക്സ് ചെയ്യാനും പിന്നെ ഈ ഒരു പാൻ കേക്കും കോഫിയൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് മൂഡൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഒരു കോഫി ജേർണൽ തന്നെ ആവാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് 2 പിക്ചേഴ്സ് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ ഒരു കോഫി പാൻ കേക്കിൻ്റെയും ഫോട്ടോ തന്നെയാണ് കേട്ടോ പ്രിൻ്റ് ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് എൻ്റെ ഒരു ഫോട്ടോ തന്നെയാണ് പ്രിൻ്റ് എടുക്കുന്നത്. മോർണിംഗിൽ ഞാനെടുത്തൊരു സെൽഫി ആയിരുന്നു കേട്ടോ ഇത്. ഈ ടൈമിലെടുത്ത പിക്ചർ തന്നെ ഇത്. അതും ഒരു പ്രിൻ്റ് കൂടി എടുത്ത് ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വെച്ചിട്ട്. പിന്നെ ഇത് വെച്ചിട്ടായിരിക്കും കോഫി ജേർണൽ ചെയ്യുക. ഞാൻ പൊതുവെ പറയാറുണ്ടല്ലോ, എനിക്ക് ഈ ജേർണൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പോരാതെ ഇത് എനിക്കൊരു സ്ട്രെസ് ബസ്റ്റർ കൂടിയാണ് ഈ ഒരു ജേർണലിംഗ് എന്ന് പറയുന്നത്. കുറേ ജേർണൽ ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യും ഇടയ്ക്ക്. പിന്നെ ഇതുപോലെ ജേർണൽ ചെയ്യും ഡിഫറെൻറ്റ് കൈൻഡിൽ. ജേർണൽ ചെയ്യുമ്പോൾ ഞാൻ പിൻട്രസ്റ്റൊക്കെ സെർച്ച് ചെയ്യാറുണ്ട് കേട്ടോ. അതിൽ കുറേയൊക്കെ റെഫറൻസ് നോക്കാറുണ്ട്. പിന്നെ അതേ ഐറ്റംസ് ഒന്നും നമ്മളെ കയ്യിൽ ഉണ്ടാവില്ലെങ്കിലും അതേ ഒരു മോഡലിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട്. ഞാൻ പൊതുവേ ജേർണൽ ഐറ്റംസൊക്കെ അത്യാവശ്യം പർച്ചേസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. മന്ത്ലി ഒരു പർച്ചേസെങ്കിലും ചെയ്യും മിനിമം. കൂടുതലും ജേർണലാണ് പ്രിഫർ ചെയ്യാറ് ക്രാഫ്റ്റിനെക്കാട്ടിയും. ക്രാഫ്റ്റ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം അതും ഇനി ഇപ്പോൾ അത്യാവശ്യം വീഡിയോസൊക്കെ വരുന്നതാണ് ക്രാഫ്റ്റിങ്ങിൻ്റെ ഒക്കെ. പക്ഷേ ജേർണൽ മിക്ക ദിവസം ഞാൻ ഒരു വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യാൻ നോക്കാറുണ്ട് മാക്സിമം. അപ്പം നമ്മൾക്ക് ആ ജേർണലിംഗ് ഒന്ന് കാണാം എങ്ങനെയാണെന്നുള്ളത്. ഇതിൽ നിന്ന് ജേർണൽ ബുക്കിൽ നിന്ന് പേപ്പർ പുറത്തേക്ക് എടുത്തിട്ടാട്ടോ ജേർണൽ ചെയ്യുന്നത്. നൗ ലെറ്റ്സ് സീ ദ കോസി കോഫി ജേർണലിംഗ്.
അപ്പം നമ്മളുടെ ഈ ഒരു കോഫി ജേണൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ജേണൽ? അപ്പോൾ ഇന്നത്തെ ഈ ഒരു കോസി കോഫി ജേണലിംഗ് വീഡിയോ ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.